ഒന്നും ഉണ്ടാവില്ല, ഇല്ലല്ലോ ഒന്നും ഉണ്ടാവില്ല. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കുഞ്ഞിന്റെ ചികിത്സ ഒന്നും മുടങ്ങൂല കേട്ടാ. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മാലാഖയുടെ ജീവൻ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ആ കുഞ്ഞു മാലാഖ മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയേറെ. ഒന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ഈ ഒരു രാത്രി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. മണിക്കൂറുകൾ കൊണ്ട് ആ കുഞ്ഞു മാലാഖയുടെ സർജറി നടന്നില്ലെങ്കിൽ ആ കുഞ്ഞു മാലാഖ മരണപ്പെട്ടു പോകും. ഈ നാട് മുഴുവൻ കണ്ണീരോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ആരും തട്ടിമാറ്റി പോകരുത്. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് 19 വയസ്സ് മാത്രം പ്രായമുള്ള സങ്കീർത്തന എന്ന് പറയുന്ന പൊന്നു മോള് മഞ്ഞപ്പിത്തം ബാധിച്ച് അതീവ ഗുരുതര അവസ്ഥയിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെച്ചാൽ മാത്രമേ ആ കുഞ്ഞു മാലാഖയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ ഒരു നാട് മുഴുവൻ വലിയ രീതിയിലുള്ള സങ്കടപരമായ ഒരു സാഹചര്യമായതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടുള്ള ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ആ കുഞ്ഞു മാലാഖയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. മണിക്കൂറുകൾ കൊണ്ട് തന്നെ സർജറി നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ കമ്മിറ്റി ഭാരവാഹികളെ നിരന്തരം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വഷളായി ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിമാറുമെന്ന് ഡോക്ടർമാർ അറിയിച്ചപ്പോ ഈ നാടും ഈ കമ്മിറ്റി അംഗങ്ങളും നിറക്കണ്ണുകളോടുകൂടി അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകരുത്. പ്രിയപ്പെട്ടവരെ, അവസാന പ്രതീക്ഷയാണ്. ഒരുപാട് ജീവിത സ്വപ്നങ്ങളോടുകൂടി ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പൊന്നു മാലാഖ ഇന്ന് വളരെ അവശനിലയിൽ അതീവ ഗുരുതര അവസ്ഥയിൽ മരണത്തെ മുഖാമുഖം കണ്ട് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ ആ പൊന്നുമോള് മരണപ്പെടാനുള്ള സാധ്യതയേറെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഒരു നാട് മുഴുവൻ. ഇപ്പൊ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് വളരെ എമർജൻസി ആയിട്ട് ഈ വീഡിയോ എത്തിച്ച് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകണം. നാളെ ഉച്ചയ്ക്ക് മുൻപേ 22 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ അടച്ചാൽ മാത്രമേ ആ മാലാഖയുടെ സർജറി നടക്കുകയുള്ളൂ. ആ മാലാഖയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, ആ മാലാഖയെ ജീവിതത്തിലേക്ക് നമ്മൾ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടാക്കണമെങ്കിൽ അകമഴിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇവരുടെ കരച്ചിൽ കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നേരത്തെ ആ കുട്ടിയുടെ അച്ഛൻ ഈ കൈ പിടിച്ചു പറഞ്ഞത് എന്റെ മോളെ ഒന്ന് രക്ഷിക്കണം, എന്റെ മോള് അതീവ ഗുരുതര അവസ്ഥയിലാണ്, എന്റെ മോളെ നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണം. എന്റെ മോള് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മരണത്തിലേക്ക് പോയിക്കൂടാ, എന്റെ മോള് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങിക്കൂടാ. ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ്, ഞങ്ങൾക്ക് യാതൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സാഹചര്യമായിട്ട് ഞങ്ങൾ പോകുന്നത്. വേറെ യാതൊരു മാർഗവുമില്ലാത്ത, വേറെ യാതൊരു സംവിധാനമില്ലാത്ത ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ഒരു വേദന കണ്ടിട്ടും ഈ ഒരു സങ്കടം കേട്ടിട്ടും നാം സഹായിക്കാതെ പോയാൽ, ആ കുഞ്ഞു മാലാഖ മരണപ്പെട്ടാൽ നാളെ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും തെറ്റുകാരായി മാറും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ രാത്രി മാത്രം ഞങ്ങൾക്കുള്ളൂ. പൈസ ഇല്ലാതെ ഞങ്ങളെ പൊന്നു മോളെ ജീവൻ നഷ്ടപ്പെടും. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്നും ഉണ്ടാവില്ല. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങളെ മോളെ ജീവൻ നഷ്ടപ്പെടൂല. ഈ നാടും നാട്ടുകാരൊക്കെ നിങ്ങളെ കൂടെ ഇല്ലേ? ഈ നാടും നാട്ടുകാരൊക്കെ ഇല്ലേ? ഒന്നും ഉണ്ടാവില്ല കേട്ടാ. വലിയ പ്രയാസത്തിലാണ്. കാരണം വെച്ചാൽ ഇതിപ്പോ എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്തം മുന്നിൽ വന്നിക്കാണ്. നമ്മൾ മിനിഞ്ഞാന്നാണ് അതിന് ഈ വിഷയം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അറിയുന്നത്. ഇന്നലെ ഒരു ദിവസം മുന്നിൽ ബാക്കിയുണ്ടായിരുന്നത്. ഇന്ന് ഇപ്പോൾ പകൽ ചെയ്യാൻ പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ അമിർഷാൻ സാഹിബ് പറഞ്ഞ പോലെ ആ കുട്ടി മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഓരോ മണിക്കൂർ കഴിയുന്നതോളം കുട്ടി വല്ലാതെ കുട്ടിയുടെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് നിരന്തരം ആളുകൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വൈകിയാൽ നമുക്കൊക്കെ വല്ലാത്തൊരു ഖേദത്തിലേക്ക്, ഈ നാടൊരു വല്ലാത്ത ദുഃഖത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന മുഴുവൻ മലയാളികളും, നമ്മുടെ ലോകത്തെ വിവിധ ഭാഗങ്ങൾ മലയാളികളുണ്ട്. അതേപോലെ അവരെ മലയാളികൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ട്.
പല രീതിയിലുള്ള സഹായം ചെയ്ത മനുഷ്യന്മാർ ഈ നാട്ടിൽ ലോകത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യനും മനുഷ്യത്തിനും പ്രാധാന്യം കൊടുത്ത മുഴുവൻ മനുഷ്യരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരൊറ്റ ഈ ഒരു ദിവസം രാത്രി കൊണ്ട് നാളെ എടുക്കുമ്പോൾ ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പണം അതിൻ്റെ ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും സഹായം വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കും. നാട് ഇന്ന് ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. ആ കുഞ്ഞു മാലാഖയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന പ്രതീക്ഷയുമായി. ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾ ഈ പൊന്നുമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് സഹായിക്കണം. പിന്നെ എല്ലാ മലയാളികളും ഈ വീഡിയോ തട്ടിമാറ്റില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് സഹായിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ. മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ 21-ാം വാർഡിൽ താമസിക്കുന്ന സങ്കീർത്തന എന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള ഡിഗ്രിക്ക് ഈ വർഷം ചേരേണ്ട കുട്ടിയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഇപ്പോൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഈ സഹോദരിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ 30 ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്ക് ഫണ്ട് കണ്ടെത്തണം. ഇപ്പോൾ തന്നെ 9 ലക്ഷം രൂപ ഈ കുഞ്ഞിന് വേണ്ടി ഹോസ്പിറ്റൽ ചെലവായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 20 ചില്ലാൻ ലക്ഷത്തോളം രൂപ നമുക്ക് കണ്ടെത്തണം. നമ്മുടെ മുമ്പിൽ സമയമില്ല, മണിക്കൂറുകൾ മാത്രം ബാക്കി ഉള്ള സമയത്താണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള നന്മയാർന്ന കാരുണ്യ മനസ്സുകളായ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം ഈ സഹോദരിയുടെ വേണ്ടി ഈ അക്കൗണ്ട് നമ്പറിൽ, ഈ ഗൂഗിൾ പേ നമ്പറിൽ, ഈ സ്കാനർ ഉപയോഗിച്ച് നിങ്ങൾ സഹായിക്കുകയും അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക്, ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക്, കോളേജ് ഗ്രൂപ്പുകളിലേക്ക്, ഏതെല്ലാം സൗഹൃദ ബന്ധങ്ങളുണ്ടോ അവിടെയൊക്കെ എല്ലാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുക.